ഹായ് കൂട്ടുകാരെ, നമ്മളെ വയനാട്ടിന് വേണ്ടി നമ്മളെ കൊണ്ടാവുന്ന എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ ഇങ്ങനൊന്നും ഒരു കൈ ചെയ്യുന്ന മറു കൈ അറിയല്ലോ എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ വാപ്പയും അങ്ങനെ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ ഈ വീഡിയോ ഇടുന്നത് വെച്ചാൽ മറ്റുള്ളവർക്കും കൂടെ അന്നേരം ഈ വീഡിയോ കൊണ്ടും മറ്റുള്ളവരും ചെയ്യത്തില്ല എന്നല്ല, ചെയ്യുമ്പോൾ അവർക്കും കൂടെ ഒരു പ്രചോദനം ആവുമല്ലോ, അന്നേരം ഒരു ഉത്സാഹം വരുമല്ലോ എന്ന് വിചാരിച്ചും കൂടെയാണ് പറഞ്ഞത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. നമ്മളെ വയനാട്ടിന് വേണ്ടി നമുക്ക് ഒന്നായി പ്രാർത്ഥിക്കാം. ഒന്നായിട്ട് നമുക്ക് കഴിയുന്ന അത്ര 1 രൂപയായാലും അതിപ്പോൾ 2 രൂപയായാലും നമുക്ക് കൊണ്ട് കഴിയുന്ന അത്ര നമുക്ക് സഹായം ചെയ്യാം. അതുകൊണ്ട് ഞങ്ങൾ ഒരു ദിവസത്തെ ശമ്പളത്തിൻ്റെ എഴുതി കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് എഴുതി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇക്കാലത്ത് ഞാൻ പറഞ്ഞു നമുക്ക് താല്പര്യമുണ്ട് എഴുതി കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെ ഒരു ദിവസത്തെ ശമ്പളം നമ്മൾ എഴുതി കൊടുത്തു. നമ്മളെ കൊണ്ട് കഴിയുന്ന കണക്ക് നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം. നമുക്കൊന്നായിട്ട് നമ്മളെ വയനാടിനെ തിരിച്ചു പിടിക്കാൻ നമുക്കൊന്നായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ എനിക്ക് കൂടുതലൊന്നും വാക്കുകൾ പറയാൻ കിട്ടുന്നില്ല. കാര്യം വെച്ചാൽ അന്ന് മുതൽ ഇന്ന് വരെ ഒന്ന് ചിരിക്കാൻ പോലും സത്യം പറയാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം സത്യസന്ധമായിട്ട് പറയാം. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇത് തന്നെ കയറുമെന്ന് ചെല്ലുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് കറങ്ങി നിൽക്കത്തുള്ളൂ. ഈ ഫോൺ പഞ്ചറാണ്. അതുകൊണ്ട് അന്നേരം ആണെങ്കിൽ സത്യം പറയുന്നത് സത്യം പറയാൻ മനസ്സിനകത്ത് ഒന്നിനൊരു ഇതില്ലാത്ത പോലെയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും നമ്മളെ വയനാടിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യുകയും ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ.